ദീപക്കെ എന്താ സംഭവം? ലുക്കിംഗ് ഗുഡ് ആണ് കേട്ടോ. ശരിക്കും നല്ലതാണോ? ശരിക്കും നന്നായിട്ടുണ്ടോ? ശരിക്കും കൊള്ളാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ നീ വരുന്നത് എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമല്ലോ. അല്ല, ഇന്നിപ്പോ എന്താ വേണ്ടെന്ന് പറ. ഇന്ന് എനിക്ക് വേണ്ടത് ഒരു ഡിഫറെന്റ് കാര്യമാണ്. ആണോ? അതെന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം? അത് നിങ്ങൾ കണ്ണുനടച്ചേ. അതില്ല. അടയ്ക്ക് പ്ലീസ്. ശരി, അടച്ചു. ചോദിക്ക. എന്താ? നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു പുതിയ കഥയുമായി. വികാസ്, 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 നീ ഇതെവിടെയാടാ? ദീപക്കെ, എടാ എന്തൊക്കെയുണ്ടാ? എന്റെ അളിയാ നീ. ഏടാ വീട്ടിലെ പഞ്ചസാര തീർന്നു പോയായിരുന്നു. കുറച്ചെടുത്താടാ. ഞാൻ എടുത്തോണ്ട് വരാടാ. നീ ഇരിക്കടാ, ഇരിക്കും. ശരി, ഞാൻ അതെപ്പോ എടുത്തോണ്ട് എടുത്തോണ്ട് വാ. അളിയ എന്നാ പഞ്ചസാര. താങ്ക് യുടാ. പിന്നെ എന്തൊക്കെയുണ്ടോടാ വിശേഷം? എന്ത് വിശേഷം അളിയാ? എടാ ദേ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, നിനക്ക് കാണണോ? ദേടാ, കിടിലെ സാധനല്ലേ? എങ്ങനെയുണ്ട് അളിയാ? സംഭവം സൂപ്പർ അല്ലേ? ഏടാ ഇതൊന്നും എന്നെ കാണിക്കില്ലേ? ഇതൊക്കെ നീ ഒറ്റയ്ക്ക് കണ്ടാ മതിയാടാ. ഏടാ എനിക്കൊന്ന് കാണാം. എടാ കണ്ടാൽ എന്താ കുഴപ്പം? നീ കാണ്. ഏടാ വേണ്ട പ്ലീസ്, ഞാൻ ഒന്ന് പഠിച്ചോട്ടെ. ഇതൊക്കെ നീ ഇരുന്ന് കണ്ടാ മതി. എടാ നീ വെറും ഒരു പേടിത്തൊണ്ടനാണല്ലോടാ. ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ ഒന്ന് പുരുഷനാവടാ. എടാ വലുതാവണമെങ്കിലേ ഇതുപോലെയുള്ളതൊക്കെ കണ്ടാലേ പറ്റുള്ളൂ. ഞാനിപ്പോ വലിയ ചെക്കനായില്ലേ, മനസ്സിലായോ? ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വേണോടാ. നീ വലിയ ചെക്കനായില്ലേ? ശരി, എനിക്കത്ര വലുതാവണ്ട. പിന്നെ നീ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ കാണിക്കാൻ വേണ്ട. എപ്പം നോക്കിയാലും കുറെ പെമ്പിള്ളേരും ഇങ്ങനത്തെ വീഡിയോസും. ഡാ ഇതൊന്നും അല്ലാതെ നിനക്ക് വേറെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോടാ? എടാ നീ എന്താ ഈ നോക്കുന്നേ? നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? ആടാ ഞാൻ ഇറങ്ങ. എടാ പിന്നെ നീ ഒരു കാര്യം പറഞ്ഞേ, ഈ പെണ്ണേതാ? ഇത് എൻ്റെ ഏട്ടത്തയുടെ അനിയത്തിയാ, ബിജിലി. കുറച്ചുനാൾ മുമ്പ് ഒരു ആക്സിഡന്റിൽ പെട്ട് ഇവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഓ സോ സാഡ്. ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഏട്ടത്തി വീട്ടിൽ പോയപ്പോ ഏട്ടത്തിയെ വീട്ടു ജോലിയിലൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് ഇവനും കൂടെ വന്നതാ. ഓക്കെ. ബൈ ദ വേ, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഏത് ഒന്നുമില്ലടാ, വീട്ടില് പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. സ്വന്തം വീട് വിട്ടിട്ട് ഇങ്ങനെ വേറെ ഒരാളെ വീട്ടിൽ ജോലി ചെയ്യാൻ ആര് വരാനാ? സമ്മതിക്കണം. ഇതിനീ പെണ്ണിനെ പ്രശംസിച്ചേ പറ്റുള്ളൂ. എല്ലാം മനസ്സിലാക്കി ചെയ്യും. നല്ല പെണ്ണ. അത് ശരിയാടാ, നീ പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവരാ നോക്കുന്നത്. ഒറ്റയ്ക്ക് അടിച്ചു വാരുന്നതും പാത്രം കഴുകുന്നതും എല്ലാം ചെയ്യും. എല്ലാ പണിയും ചെയ്യോടാ. മനസ്സിലായടാ? ഏട്ടത്തി ഇപ്പോ വീട്ടിൽ പോയി നിൽക്കുന്നതിന്റെ കുറവ് ഒട്ടും അറിയുന്നില്ല. ഇവിടെ എന്നെ ഒരു കുറവ് അറിയിക്കാതെ നോക്കിയിരുന്നെങ്കിൽ. നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലടാ, ഒന്നുമില്ല. എടാ ഞാനെങ്കിലും ഇറങ്ങട്ടെ, നീ ശ്രദ്ധിക്ക്. ശരിടാ. ഓക്കെ. ആ പിന്നെ പഞ്ചസാരയ്ക്ക് താങ്ക് യു സോ മച്ച്. ശരിടാ, ബൈ. ഓക്കേടാ. വിജിലി, നീയോ? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാവോ? നിന്നെ കണ്ടപ്പോ മുതല് നിന്നെക്കുറിച്ച് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുക. എന്നിട്ട് നീ ഇപ്പോ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. സത്യം പറഞ്ഞ നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നിന്നെ കണ്ടിട്ട് വന്നപ്പോൾ മുതലുണ്ടല്ലോ എന്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നതേയില്ല. നിന്നെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.
ഓഹോ, ബിജ്ലി 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 ബിജ്ലി, നീ എന്നെ ശരിക്കും ഭ്രാന്തനാക്കുമെന്ന തോന്നുന്നേ. നിനക്ക് അറിഞ്ഞിട്ട പേരാണ് ബിജ്ലി, കറണ്ട് അടുപ്പിക്കുന്ന പെണ്ണ്. ഓ ബിജ്ലി ബിജ്ലി. ആ, വികാസ് ദാ കോഫി. ആ, ദേ നോക്കി സൂക്ഷിച്ച് അതൊക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ശരിക്കും ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പോ ചേച്ചിക്ക് പകരം ഞാൻ നോക്കുന്നു. കോഫി നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സത്യം പറഞ്ഞ എന്റെ ഫ്രണ്ടില്ല ദീപക്, അവൻ നിങ്ങളെ പറ്റി കുറെ ചോദിച്ചു. നിങ്ങളെ പറ്റി അവന് നല്ല അഭിപ്രായം. ഒരു മിനിറ്റ്, ദീപക്? ഏത് ദീപക്? അത് ദീപകില്ലേ, അത് അവൻ ഇന്നലെ പഞ്ചസാര വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പുറത്ത് താമസിക്കുന്ന. അത് ശരി, ആ ദീപക്. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ദീപക് എന്താ പറഞ്ഞെന്ന്? എന്താ പറഞ്ഞെന്ന് ചോദിച്ചാ നിങ്ങള് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കുന്നുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് ചെയ്യാനാന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. ശരി, തന്റെ വർക്ക് നടക്കട്ടെ. എനിക്ക് കിച്ചണിലെ ജോലിയുണ്ട്. ആ പിന്നെ കോച്ചിങ്ങിന് പോണ്ടേ? അതിന് സമയമായല്ലോ. ഓ സമയം പോയല്ലേ, ഞാൻ പെട്ടെന്ന് കോച്ചിങ്ങിന് പോകാൻ നോക്കട്ടെ. ശരി, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടാവും. ഉണ്ടാവും. ഈ കോഫി ഞാൻ എടുത്തോണ്ട് പോവാണേ. ബൈ 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 ബൈ. ദീപക് മോനെ കാണാനൊക്കെ പയ്യനാ, പക്ഷെ ആള് വേന്ദ്രനാ. ആ, ദീപക് ആയിരുന്നോ? ഹലോ ബിജ്ലി, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. വികാസ് ഇവിടെ ഇല്ലല്ലോ, അവന് കാണേണ്ട കാര്യമുണ്ടോ? കാര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം തരാമോ? ആ തരാലോ, വന്നിരിക്കെ. താങ്ക് യു. ദാ വെള്ളം. താങ്ക് യു. പിന്നെ വികാസ് എന്നോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഏട്ടത്തിയുടെ അനിയത്തിയാണെന്ന്. ഏട്ടത്തിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യം കുഴപ്പമില്ല, അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ചേച്ചി എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇവിടെ നോക്കാൻ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾ ഈ വീടൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. വികാസ് നിങ്ങളെപ്പറ്റി എപ്പോഴും പറയും. അപ്പൊ നീയോ? ഞാനോ? ഞാൻ നിങ്ങളെപ്പറ്റി പറയാത്ത സമയമാ കുറവ്. ആണോ? ഒരു കാര്യം പറയട്ടെ? പറയൂ. നിങ്ങളെപ്പോലൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ വികാസിനോട് പറഞ്ഞു, നോക്കിയടാ ഈ വീടൊക്കെ എന്ത് നന്നായിട്ടാ സൂക്ഷിക്കുന്നതെന്ന്. നിങ്ങളെപ്പറ്റി എത്രയൊക്കെ പറഞ്ഞാലും അത് കുറവായി പോവും. അതെയോ? അപ്പോ നീ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ നീ എന്നെപ്പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ലെന്നാണോ? ഇല്ല, സത്യമായിട്ടും നിങ്ങളെപ്പോലൊരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. ആഹാ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അല്ലത് വേറൊന്നും വിചാരിക്കില്ല. ചോദിക്ക്. നിങ്ങൾ എന്റെ ഫ്രണ്ട് ആകോ? എന്തുപറ്റി, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ഇല്ല, നീ തെറ്റായിട്ട് ഒന്നും പറഞ്ഞില്ല. ദീപക്കേ, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. നീ എന്റെ ഫ്രണ്ട് ആവാനായിട്ടില്ല, കൊച്ചു കുട്ടിയാ. ദീപക്കേ, നീ ഇപ്പോഴും കുട്ടിയാ. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഇപ്പോഴും കുട്ടിയാ. ബിജ്ലി മോളെ, ഞാനത്ര കുട്ടിയൊന്നുമല്ല. നിനക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോവാ. എനിക്ക് ഒരൊറ്റ അവസരം മാത്രം മതി. ആ അവസരം കിട്ടുന്ന നിമിഷം നിന്റെ വാഗൊണ്ട് തന്നെ നീ പറയും മോളെ, ഞാനൊരു കുട്ടിയല്ല, ഒത്ത ഒരു പുരുഷനാണെന്ന്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പുരുഷൻ. ഓർത്തു വെച്ചോ.
ബിജിലി ബിജിലി ബിജിലി, എനിക്കിപ്പോ തീരെ സഹിക്കാൻ പറ്റാതായി. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റേതായിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കാൻ. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റണം. ദീപക് വാ, കേറി വാ. ദീപക്കെ, എന്താ സംഭവം? ലുക്കിംഗ് ഗുഡ് ആണ് കേട്ടോ. ശരിക്കും നല്ലതാണ്. ശരിക്കും നന്നായിട്ടുണ്ടോ? ശരിക്കും കൊള്ളാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ നീ വരുന്നത് എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമല്ലോ. അല്ല, ഇന്നിപ്പോ എന്താ വേണ്ടെന്ന് പറ. ഇന്ന് എനിക്ക് വേണ്ടത് ഒരു ഡിഫറെന്റ് കാര്യമാണ്. ആണോ? അതെന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം? അത് നിങ്ങൾ കണ്ണൊന്നടച്ചേ. അതില്ല. അടയ്ക്ക് പ്ലീസ്. ശരി, അടച്ച്. ചോദിക്ക. എന്താ? ദീപക്, നീ എന്തേ കാണിച്ചേ? നീ ആരാന്ന നിന്റെ വിചാരം? എന്താ നീ ചെയ്തത്? ചെറിയൊരു കുട്ടിയല്ലേന്ന് കരുതിയപ്പോ എന്താ നീ ചെയ്യുന്നേ? പോ, മര്യാദക്ക് ഇവിടുന്ന് പോ. അത് ബിജിലി, ഇറങ്ങി പോവാനാ പറഞ്ഞേ. പോവാൻ. അയ്യോ, ഞാനിപ്പോ എന്തേ ചെയ്തത്? അവന്റെ മുഖത്തടക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ ചെയ്തത് ശരിയായില്ല. ദീപക് ശരിക്കും നല്ലൊരു പയ്യൻ തന്നെയാ. പക്ഷെ ഞാൻ ദീപകിന്റെ അടുത്ത് പോയി ഇപ്പൊ തന്നെ സോറി പറയണം. അവനോട് ക്ഷമിക്കുകയും ചെയ്യും. ദീപക് നല്ലൊരു പയ്യനാ. ദീപക്, ദീപക്, നീ എവിടെയാ? എന്തു പറ്റി? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്റെ ദേഷ്യം മാറിയില്ലേ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അല്ല ദീപക്, നീ ഒന്ന് നോക്ക്. അറിയാതെ ചെയ്തതാ. എന്നോട് ക്ഷമിക്ക്. വീണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ സോറി പറഞ്ഞില്ലേ? ഒന്നിങ്ങ് നോക്ക്. ഞാൻ സോറി പറയാ. എന്നോട് ക്ഷമിക്ക് പ്ലീസ്. ദീപക്, നോക്ക്. ക്ഷമിക്കില്ലേ? ഇല്ല. ഉറപ്പാ? ഉറപ്പാ. ഉറപ്പാണെന്ന്. ദീപക്, ഇങ്ങോട്ട് നോക്ക്. മുഖത്തേക്ക്, മുഖത്തേക്ക് നോക്ക്. നിന്റെ ഈ കണ്ണ് കണ്ട എന്റെ പിടി വിട്ടു പോവും. ആണോ? എന്റെ ദൈവമേ, ഞാനിപ്പോ എന്തേ കണ്ടത്? താങ്ക് ഗോഡ്, ഇത് സത്യമല്ലല്ലോ. ദീപക്, ഭാഗ്യം, ഇത് സത്യമല്ലല്ലോ. ബിജിലിയുടെ മെസ്സേജ് ആണല്ലോ. സോറി ഒക്കെ അയച്ചിരിക്കുന്നു. നീ എന്തായാലും എന്റെ ആയിരിക്കും ബിജിലി. എത്ര നാൾ അകന്നു നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബിജിലി ചേച്ചി എന്താ ഇവിടെ? കേറുവാ. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഇരിക്കാൻ പറയുന്നില്ലേ? അയ്യോ, ഇരിക്കുന്നേ പ്ലീസ് പ്ലീസ്. മുറിയൊക്കെ കൊള്ളാലോ ദീപക്കെ. നീ ഇവിടെ ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ കൂട്ടിന് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ. അത് ശരി. ദീപക്, ഞാൻ ശരിക്കും നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നതാ. ഞാൻ അന്ന് നിന്നെ അടിച്ചില്ലേ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. അത് കുഴപ്പമൊന്നുമില്ല. സുന്ദരികൾ എന്നോട് സോറി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ? ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിരുന്നാലോ?
ഉറപ്പായിട്ടും. റൂമൊക്കെ കുറച്ച് ചെറുതാ, പക്ഷെ എന്റെ ആവശ്യത്തിന് ഇതൊക്കെ മതിയാവും. ഏയ്, ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. പക്ഷെ നിന്റെ അത്രയും ഭംഗിയില്ല. നമുക്കൊന്ന് രണ്ട് സെൽഫി എടുത്താലോ? വേണ്ട. എന്റെ മോളെ, നമ്മൾ ആദ്യമായിട്ടല്ലേ റൊമാൻസ് ചെയ്യുന്നേ. അതിന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒരു സെൽഫി എടുക്കുന്നതിൽ എന്താ? പക്ഷെ അതിന് സെൽഫി എന്തിനാ? ഞാൻ പറയുന്നേക്ക്, എനിക്ക് വേണ്ടി. ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? ഇതെന്റെ മൊബൈലാ, അല്ലാതെ ന്യൂസ് പേപ്പർ ഒന്നുമല്ല നാട്ടുകാർ മൊത്തം കാണാൻ. പക്ഷേ നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. ഈ ഫോട്ടോസൊക്കെ സേഫ് ആയിരിക്കും. ട്രസ്റ്റ് മീ. ഉറപ്പല്ലേ? ഉറപ്പ്, പ്രോമിസ്. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. നിന്നെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഫോട്ടോസ് നോക്കാലോ. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് തന്നെയില്ലേ. ഒന്ന് വിളിച്ചു കഴിഞ്ഞാ ഞാൻ ഓടി വന്നോളാം. പറയുന്ന കേക്ക് പ്ലീസ്. ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോസ് അല്ലേ? ശരി, എടുത്തു. സ്മൈൽ. ഇത് ബിജിലിയുടെ ഫോണാണല്ലോ. ബിജിലി ഇതെവിടെ പോയി? ബിജിലി! ദീപകിന്റെയും ബിജിലിയുടെയും ഫോട്ടോയോ? അതും ബിജിലിയുടെ ഫോണിലോ? ബിജിലി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. ദീപക് ഇങ്ങനെയൊക്കെ ചെയ്തതാടാ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത. അല്ല ചേട്ടാ, ദീപക് പണ്ടേ എങ്ങനെയാ? ഇതൊക്കെയാണ് അവന്റെ സ്വഭാവം. എല്ലാ പെണ്ണുങ്ങളെയും അവൻ ഈ ഒരു കണ്ണോടുകൂടെ മാത്രമേ കാണാറുള്ളൂ. അവന്റെ മനസ്സിൽ ദുരുദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബിജിലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. നമുക്ക് ബിജിലിയോടൊന്ന് സംസാരിക്കണം. അതെ ചേട്ടാ, ഞാൻ സംസാരിക്കട്ടാ. ബിജിലി, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വികാസിന്റെ ഫ്രണ്ടിന്റെ കൂടെയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? എന്തെല്ലാന്നാ പറയുന്നത്? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതും ആരുടെ കൂടെയാ? അവൻ വൃത്തികെട്ട ദീപകിന്റെ ഒപ്പം. അവൻ എന്ത് വൃത്തികെട്ടവനാന്ന് അറിയോ നിങ്ങൾക്ക്? അവന്റെ കൂടെ ഇത്രയ്ക്ക് നാണം കെട്ടവളാണോ നിങ്ങള്? ചേട്ടാ, എന്തൊക്കെയുണ്ട്? ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. കൊള്ളാം ചേട്ടാ, എല്ലാരും ഇന്ന് ഏതായാലും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും നടക്കുന്നുണ്ടോ? ബിജിലി ചേച്ചി, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ചേച്ചിയുടെ കൈ കൊണ്ട് ഇന്നൊരു കോഫി കുടിക്കാൻ തോന്നി. ആ ആഗ്രഹം കൊണ്ട് വന്നതാ. ചേച്ചിയുടെ സൂപ്പർ കോഫിയാ അല്ലേ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി മേലാൽ എന്നെ കൺമുന്നിൽ വന്നു പോകരുത്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞത്? അല്ല, എന്തോ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. വികാസ് ചേട്ടാ. ദീപക്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. പോടാ. അവള് എന്റെ കർണത്തടിച്ചേക്കുന്നു. അവൾ ആരാന്ന് അവളുടെ വിചാരം? നിനക്ക് ഞാൻ ആരാന്ന് കാണിച്ചാരാടി. നിന്റെ ഡ്രാമ കുറെ കണ്ടതാ. എന്റെ കയ്യിൽ നിന്റെ കുറെ ഫോട്ടോസ് ഉണ്ടടി.
അങ്ങനെ വഴിക്ക് വാടി. ഞാൻ അയച്ച ഫോട്ടോസൊക്കെ നീ കണ്ടില്ലേ? നിനക്കറിയാലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എത്ര പെട്ടെന്ന് വൈറലാവുന്നെന്ന്. നിനക്കെന്താ വൈറലാവണോ? നോക്ക് ദീപക്, വെറുതെ ഭ്രാന്ത് കാണിക്കല്ലേ. നീ ഇത്ര വൃത്തികെട്ട രീതിയിലൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നീ എന്തൊക്കെ പറയുന്നേ? നിനക്ക് എന്താ പറ്റി? എനിക്ക് പറ്റിയെന്താന്ന് നിനക്കറിയില്ലേ? നീ എന്റെ കരണത്തടിച്ചില്ലേ? അത് വളരെ മോശമായി പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാടി? നീ എന്ത് കാര്യത്തിന് എന്നെ അടിച്ചത്? നീ ഓങ്ങി അടിച്ചത് എന്തായാലും എന്റെ മുഖത്തിട്ടല്ലേ. അപ്പൊ അതിനുള്ള ശിക്ഷ ഞാൻ തരണ്ടേ? നീ ഇത്രയ്ക്ക് വൃത്തികെട്ടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തൊരു മോശം മെന്റാലിറ്റിയാണ് നിനക്കുള്ളത്. എന്റെ മെന്റാലിറ്റി മാത്രമല്ല മോശം, എന്റെ പ്രവൃത്തിയും ഭയങ്കര മോശം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ എന്നെ നീ കാണാൻ വരണം. എന്നെ സന്തോഷിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ പിന്നെ കണ്ടോ, നിന്റെ ഈ ഫോട്ടോസ് ഞാൻ നാട് മുഴുവൻ വൈറലാക്കും. അതിനെനിക്കൊരൊറ്റ ക്ലിക്ക് മതി. ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാണ്. നീ വരുന്നോ അതോ വൈറലാവുന്നോ? ആ ഡിസിഷൻ എടുക്കേണ്ടത് നീ ആയിരിക്കും. ഓക്കെ, ബൈ. ദീപക്, എന്തു പറ്റി? എന്താ വല്ലാണ്ട് കിടക്കുന്നേ? ഞാൻ പൊയ്ക്കോട്ടെ, സമയം ഒരുപാടായില്ലേ. അതിനെന്താ പൊക്കോ. പക്ഷെ ഞാനിനി വിളിക്കുമ്പോ ഉണ്ടല്ലോ, മിണ്ടാതെ വന്നോണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നെന്ന് നിനക്കറിയാലോ അല്ലേ? അത് പിന്നെ നീ എപ്പോ വിളിച്ചാലും ഞാൻ വന്നോളാം. ഗുഡ് ഗേൾ. എങ്കിൽ ചെല്ല്. ഇനിയിപ്പോ ഇനി എന്റെ കൺട്രോളിലായിരിക്കും. ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഇനി ഇവൾ എന്നെ വിട്ടു പോകാൻ നോക്കിയാ ഇവളുടെ ചിറക് ഞാൻ അരിഞ്ഞിടും. അതായത് ഈ ഭൂമി വിട്ടു പോവേണ്ടി വരും. ഈ ദീപക് എന്തിനാ ഈ ഫോട്ടോസ് ഒക്കെ എന്റെ അടുത്ത് അയക്കുന്നേ? ഹലോ, ദീപക്, ഞാൻ സമയത്ത് തന്നെ എത്തിക്കോളാം. ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ദീപക്, 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 ഞാൻ വന്നു. ദീപക്, ദീപക്, ഇതാരായിരിക്കും ചെയ്തത്? എന്നെ ഇവിടെ നിന്ന് ശരിയാവില്ല. ദീപക്, ദീപക്. വികാസേ, എന്തൊക്കെയുണ്ടാ? ഇരിക്കേ. ഇരിക്കടാ. പന്ന നായിന്റെ മോനെ.
ദീപക്, നീ എന്തിനാടാ ബിജിലിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോയത്? ഒരു തവണ നീ തെറ്റ് ചെയ്തത് ഞങ്ങൾ ക്ഷമിച്ചു വിട്ടതാടാ. പക്ഷേ അത് കഴിഞ്ഞ് നീ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ബിജിലി എന്ത് ഇഷ്ടമാണെന്ന് അറിയോടാ. നീ കാരണം അവള് വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ലടാ. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട പറയുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. അതുവരെ സുരക്ഷിതരായിരിക്കുക, ജാഗരൂകരായിരിക്കുക. ക്രൈം ചക്ര കണ്ടുകൊണ്ടേയിരിക്കുക. ജയ് ഹിന്ദ്.